ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ സ്വഹാബാക്കളോട് പൂർവികരായ സമൂഹത്തിൽപ്പെട്ട 3 വ്യക്തികളുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്ന 3 വ്യക്തികൾ. തികച്ചും ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞൊരു അന്തരീക്ഷം, സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട രോഗങ്ങൾ, അപകർഷതാബോധം പിടികൂടിയ മനോനിലങ്ങൾ, അങ്ങനെ പരീക്ഷിക്കപ്പെട്ട 3 വ്യക്തികൾ. അതിലൊരാൾ വെള്ളപ്പാണ്ട് രോഗിയാണ്. ഈ വെള്ളപ്പാണ്ട് രോഗം ആ മനുഷ്യനുണ്ടാക്കിയ കോംപ്ലക്സ് അപകർഷതാബോധം വളരെ വലുതായിരുന്നു. അതുമാത്രമല്ല, സമൂഹത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അറപ്പും അത്രയേറെ ശക്തവുമായിരുന്നു. അപ്പം ആ ഒരു വെള്ളപ്പാണ്ട് രോഗവുമായി സമൂഹത്തിനിടയിൽ ഇറങ്ങി നിൽക്കാൻ പോലും ജാള്യത അനുഭവപ്പെടുകയും ഉടുതുണിക്ക് മറുതുണിയോ ഒരു നേരത്തെ ആഹാരത്തിനോ വകയില്ലാതെ ദാരിദ്ര്യം നിറഞ്ഞൊരു അന്തരീക്ഷവും കൂടി ആയപ്പോൾ ഞെരിപിരി കൊണ്ടൊരു ജീവിത സാഹചര്യത്തിലൂടെ അയാൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതേ നാട്ടിൽ തന്നെയുള്ള കഷണ്ടി രോഗം പിടിപെട്ടൊരു മനുഷ്യൻ. കഷണ്ടി രോഗം ബാധിക്കുകയും അത് സമൂഹത്തിൽ തന്നെ അയാളെ ഒറ്റപ്പെടുത്താനും ജനങ്ങൾ അന്ന് അറപ്പോടെ കാണുന്ന അല്ലെങ്കിൽ വെറുപ്പോടെ കാണുന്ന ഒരു വലിയ മാരകമായൊരു രോഗത്തിൻ്റെ അവസ്ഥയാണ് അന്ന് കാലഘട്ടങ്ങളിൽ കഷണ്ടി എന്നതിന് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തലയുമായി പുറത്തിറങ്ങാൻ അയാൾക്ക് പോലും ജാള്യത തോന്നിയിരുന്നു. തൊഴിലിടങ്ങളിൽ അവസരമില്ല, നിത്യമായ തൊഴിലില്ല, വരുമാനമില്ല, വളരെ ഞെരുക്കമുള്ളൊരു സാഹചര്യം അയാൾക്കും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ അഭിമാനത്തോടെ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നില്ല, ഭക്ഷണത്തിന് നിവൃത്തിയില്ല. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടൊരു മനുഷ്യൻ. രണ്ടാമൻ. 3ാമത്തെ മനുഷ്യൻ അന്ധനാണ്, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് അയാളെ നോക്കിയിട്ട് സമൂഹങ്ങൾ കണ്ണു ചൊളിക്കുന്നതെങ്കിലും അയാൾ കാണുന്നില്ല. പക്ഷേ അയാളുടെ അന്ധത കാരണം അയാൾക്കൊരു പണിയും ചെയ്യാൻ നിവൃത്തിയില്ല. ആരൊക്കെ തന്നെ മുമ്പിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാൻ നിവൃത്തിയില്ല. ആരാൻ്റെയും സഹായത്തിൽ ജീവിക്കേണ്ടി വന്ന നിസ്സഹതയിൽ അയാൾക്ക് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ കൊടുക്കുന്നത് ആരാണ് തന്നതെന്ന് പോലും അറിയാതെ കഴിച്ച് വിഷപ്പടക്കേണ്ട ഗതികേടുള്ള ഒരു ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യം. ഈ 3 മനുഷ്യരെയും അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറയുന്നുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ഈ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യൻ്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരുന്നുണ്ട്. മനുഷ്യരൂപത്തിൽ വന്ന് ഒരു സുഹൃത്തിനെ പോലെ അയാളോട് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. അയാൾ പറഞ്ഞ ആഗ്രഹം, എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ രോഗം മാറണം, എല്ലാവരെയും പോലെ സുന്ദരമായ ത്വക്ക് എനിക്കുണ്ടാകണം, സുന്ദരമായ ശരീരപ്രകൃതി എനിക്കുണ്ടാവണം, ആരോഗ്യമുള്ളൊരു ശരീരം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്ന് പറഞ്ഞു. സ്വപ്നം മാത്രമായി കൊണ്ടു നടക്കുന്നൊരാഗ്രഹമാണെന്ന്. ആ മനുഷ്യന് വേണ്ടി വന്നയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മനുഷ്യന് രോഗം സഡൻ നിമിഷ നേരം കൊണ്ട് അത്ഭുതകരമായി മാറുന്നുണ്ട്. സുന്ദരനായ ആ മനുഷ്യൻ മാറുന്നു. ആ അത്ഭുത അവസ്ഥയിൽ ആ മനുഷ്യന് അനുഗ്രഹത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അയാളോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പാദ്യ മേഖല എന്താണെന്ന് കൂടി പറയുമോ എന്ന്. ഒട്ടകങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അയാൾ പറഞ്ഞു. നിറഗർഭിണിയായ ഒരു ഒട്ടകത്തെ ആ മനുഷ്യന് കൊടുത്തിട്ട് മലക്ക് കടന്നുപോയി. രണ്ടാമനെടുക്കൽ ചെന്നു. അയാൾക്ക് പറയാനുള്ളത് അയാളുടെ പ്രശ്നം തന്നെയാണ്. അയാളുടെ രോഗം മാറി സുന്ദരമായ ഇടതൂർന്ന് നിൽക്കുന്ന മനോഹരമായ മുടി കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു തല അയാൾക്ക് വേണം. ജനങ്ങൾക്കിടയിൽ അയാൾ സുന്ദരനായി ഇറങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. ആ മനുഷ്യൻ്റെയും വേണ്ടിയും പ്രാർത്ഥിക്കപ്പെടുന്നു. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു. അത്ഭുതകരമായ ആ മനുഷ്യനും ഈ മാറ്റമുണ്ടാകുന്നു. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യം ഏതെന്ന് ചോദിച്ചപ്പോൾ പശുക്കളാണ് എന്ന് പറയുന്നു. അയാൾക്കും ഒരു നിറഗർഭിണിയായ പശുവിനെ സമ്മാനിച്ച് ഈ മലക്ക് കടന്നുപോയി. അടുത്തയാളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അയാൾക്ക് അന്ധത മാറിക്കിട്ടണം, എനിക്ക് എല്ലാവരെയും കാണണം, എനിക്ക് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലെ അത്ഭുതങ്ങളെ കാണണം, മനുഷ്യരെ കാണണം, ബന്ധങ്ങളെ കാണണം, എന്നിട്ട് എനിക്ക് തൊഴിലെടുത്തോടെ ജീവിക്കണം, എനിക്ക് മാന്യമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയണം. ആ നിലയിൽ ആഗ്രഹം പറഞ്ഞു. ആ മനുഷ്യൻ്റെ അന്ധതയും മാറി. അയാൾ വന്നയാളിനെയും കണ്ടു, അള്ളാഹുവിൻ്റെ മനോഹരമായ ഈ സൃഷ്ടി സംവിധാനങ്ങളെയും കണ്ടു.
ആ അത്ഭുതത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് പിന്നെയും ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യം ഏതെന്ന്? അയാൾ പറഞ്ഞു, ആടിനോടാണ് എനിക്കിഷ്ടമെന്ന്. കുറേ ആടുകളുണ്ട് എങ്കിൽ അത് വലിയ സമ്പാദ്യമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട്. അയാൾക്കും നിറഗർഭിണിയെ ഒരു ആടിനെ കൊടുത്തു. അയാൾ കടന്നുപോയി മലക്ക്. വർഷങ്ങൾ പലത് കടന്നുപോയി. ഈ 3 വ്യക്തികളും വികസിച്ചു. ഏക്കർ കണക്കിന് പെരേടങ്ങൾ സ്വന്തമായി അവർ സ്വന്തമാക്കി. ആ തോട്ടങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കന്നുകാലികൾ അവർക്ക് സമ്പാദ്യമായി. ആടും മാടും ഒട്ടകങ്ങളുമായി അവർ മേച്ചിൽപ്പുറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമ്പാദ്യമുണ്ടായി. അവർ അഭിമാനത്തോടെ സമൂഹത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങൾ അവരിലേക്ക് വിരലുകൾ ചൂണ്ടി. നാട്ടിലെ പ്രമാണിമാരെന്ന് അവർ കരുതപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറത്ത് അവരുടെ മുമ്പിലേക്ക് അള്ളാഹു ഈ മലക്കിനെ പിന്നെയും അയച്ചു. വെള്ളപ്പാണ്ടുകാരനായ ഒരു രോഗിയായി ആദ്യം ഈ മലക്ക് കടന്നു വന്നു. വെള്ളപ്പാണ്ട് ബാധിച്ച് രോഗിയായി മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട്, സാധുവാണ്, വെള്ളപ്പാണ്ട് പിടിപെട്ടു, ജനങ്ങൾ അടുപ്പിക്കുന്നില്ല, തൊഴിലവസരങ്ങളില്ല, എനിക്ക് എന്തെങ്കിലും നൽകി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ, ഒരു കാലത്ത് ഇതേ രോഗമുണ്ടായിരുന്ന മനുഷ്യൻ അതെല്ലാം മറന്നുപോയി. സമ്പത്തിന്റെ നിർവൃതിയിൽ എല്ലാം മറന്നുപോയ മനുഷ്യൻ തനിക്ക് നൽകാൻ ഒന്നും ഇവിടെ ഇല്ല എന്ന് മറുപടി പറയുമ്പോൾ, ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, അതിൽ നിന്ന് എന്തെങ്കിലും ഇല്ല, അതങ്ങ് നിനക്ക് നൽകാനില്ല, ഞാനൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളാണ്, അതങ്ങ് നൽകാനില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്നെപ്പോലൊരു വെള്ളപ്പാണ്ടുകാരനായിരുന്ന ഒരു കാലഘട്ടത്തെ മറന്നുപോയോ? നിങ്ങൾ ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന ദിനങ്ങളും കടന്നുപോയിട്ടില്ലേ എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയപ്പോൾ അയാളത് മറന്നുപോയി. അങ്ങനെയെങ്കിലും ഇത് കാലാകാലങ്ങളായി പാരമ്പര്യമായി ഉണ്ടായ സ്വത്താണ്. പാരമ്പര്യമായി തന്നെ നമ്മൾ സുമുഖന്മാരും സുന്ദരന്മാരുമാണ്. അല്ലാതെ വെള്ളപ്പാണ്ടിന്റെ കഥ എങ്ങനെ എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല എന്ന് ധിക്കാരത്തോടെ മനുഷ്യൻ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം ആ മനുഷ്യൻ അതേ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞു വരുന്ന ഏതിലേക്കാണ്? അത് വലിയ വിശാലമായ സംഭവമാണ്, അതുകൊണ്ട് ചുരുക്കി പറയാം. രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്കലേക്കും ഈ ചെല്ലുമ്പോൾ മലക്ക് ചെല്ലുന്നത് അതേ അവസ്ഥയിലാണ്. ഒരു കഷണ്ടിയുടെ രൂപത്തിൽ ചെന്നിട്ട് ആ മനുഷ്യൻ സഹായം ചോദിക്കുമ്പോൾ സഹായിക്കാൻ തയ്യാറല്ല. അതിൽ നിന്ന് ആ കൂട്ടത്തിൽ നിന്നൊരു പശുക്കിടാവിന് കൊടുക്കാൻ പോയിട്ട് അതൊരു പശുവിനെ പിടിച്ച് കറന്നെടുത്ത് അല്പം പാല്, ഒരു ഗ്ലാസ് പാലെങ്കിലും വിഷപ്പടക്കാൻ കൊടുക്കാനുള്ള മനസ്സില്ലാതെ ഒരു മനുഷ്യൻ മതിമറന്ന് ജീവിക്കുന്ന സാഹചര്യമുണ്ടായി. ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായി, പക്ഷെ അയാൾ ഓർക്കുന്നില്ല. ഇതെല്ലാം പാരമ്പര്യമായുള്ള സമ്പാദ്യമാണ്. പാരമ്പര്യമായി തന്നെ നമ്മളെല്ലാവരും സുമുഖന്മാരും സുന്ദരന്മാരുമാണ്. നമുക്ക് എല്ലാവർക്കും ഇടതൂർന്ന മുടികളുണ്ടായിരുന്നു, എൻ്റെ വാപ്പായും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന നിലയിൽ സംസാരങ്ങൾ. അവിടെ നിന്ന് മടങ്ങിപ്പോയി അടുത്ത മൂന്നാമനെടുക്കലെത്തുമ്പോൾ ഈ അന്ധനായ മനുഷ്യന്റെ രൂപത്തിൽ ചെല്ലുന്നത്, അന്ധതയിൽ ഈ മനുഷ്യനൊരു അന്ധനായി കടന്നു എന്ന് സഹായം ചോദിക്കുമ്പോൾ, ആ ഒരു നിമിഷം വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ചു പോയ അതേ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾക്ക് വലിയ വീണ്ടും വിചാരം ഉണ്ടായി. എന്നെപ്പോലൊരു മനുഷ്യൻ, എന്താണോ ഞാൻ അനുഭവിച്ചത്, അന്ധത കാരണം ഞാൻ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചോ ആ പ്രയാസങ്ങളിലൂടെ ഈ സാധുവും കടന്നു പോകുന്നത്. എന്നെപ്പോലെ മനുഷ്യൻ, എൻ്റെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തിയ മനുഷ്യൻ, താങ്കൾ എൻ്റെ സഹായത്തിന് അർഹനാണ്. എന്ത് നിങ്ങൾക്ക് വേണം, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്തായാലും ഞാൻ പരിഹരിക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പടച്ചവൻ നൽകിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാമെന്ന് വിശാലമായ ഈ അന്ധനായിരുന്നൊരു കാലഘട്ടത്തിൽ ആടിനെ വാങ്ങിച്ച് സമ്പാദ്യമുണ്ടാക്കിയ മനുഷ്യൻ മാത്രം നന്ദിയോട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ആ സൗന്ദര്യവും ആ കണ്ണിൻ്റെ കാഴ്ചയും ആ അനുഗ്രഹങ്ങളും നിലനിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഈ മലക്ക് മടങ്ങിപ്പോയി. ഈ 3 വ്യക്തികളുടെ ചരിത്രമാണിത്. നോക്കൂ, സമ്പാദ്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സമ്പാദ്യം. നമ്മൾ ഇന്ന് സ്വർണവും വെള്ളിയും കറൻസികളും വെച്ചാണ് സമ്പാദ്യത്തെ കണക്കാക്കുക. ഇതൊന്നും നമുക്ക് തിന്നാനോ കുടിക്കാനോ കഴിയില്ല. നമ്മുടെ അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ കറൻസികൾക്ക് കരുത്തില്ല. ആകെ നമ്മുടെ ഏത് കാലഘട്ടങ്ങളിലാണെങ്കിലും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ കാർഷിക വിളകളും കന്നുകാലികളുമാണ്. ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ അവൻ്റെ സമ്പാദ്യം എന്നുള്ളത്. പണം തിന്നാൻ കഴിയില്ല, പണം കൊണ്ട് ദാഹവും അകലില്ല. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ കന്നുകാലികളുണ്ട്, ഭക്ഷ്യ വസ്തുക്കളുണ്ട്. അതുകൊണ്ട് വിലയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് മാത്രമേ കറൻസി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് കറൻസിക്ക് വിലയുണ്ടായത്. ഈ കന്നുകാലി സമ്പത്തും അത് കണക്ക് തുടങ്ങിയിട്ടുള്ള കാർഷിക വിളവുകളും ഇതൊക്കെ ഐശ്വര്യങ്ങളായി നൽകപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ മതിമറന്നു പോയ ചരിത്രമാണ് ഈ പറയുന്നത്. എന്തിനിവിടെ പറഞ്ഞെന്നറിയുമോ നിങ്ങൾക്ക്? വലിയ അനുഗ്രഹമാണ് ഈ കന്നുകാലി സമ്പത്തും ഭക്ഷ്യമേഖലയിലെ നമ്മുടെ വികാസവും എന്നുള്ളത്. ഇതൊന്നും പടച്ചവനെ മറക്കാനുള്ള സംഗതികളാകാൻ പാടില്ല. ഈ 3 വ്യക്തികൾ എന്ന പോലെ തന്നെ കാറൂന്റെ ചരിത്രവും നമുക്കറിയാം, ശാലബത്തിന്റെ ചരിത്രവും നമുക്കറിയാം. ഇതിലേക്ക് ചേർത്ത് വായിക്കണം. മൂസ നബി അലൈഹി ഇസ്ലാമിന് പ്രിയപ്പെട്ടവൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയായി അച്ചടക്കമുള്ള ഒരു ദാസനായി ജീവിച്ച കാറൂൻ ജീവിതത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന, ഒരു ആടിലൂടെ കടന്നു വന്ന അനുഗ്രഹം, ഒരു ആടിലൂടെ ജീവിതത്തിൽ അഭിവൃദ്ധി ആരംഭിക്കുന്നു. അവസാനം അള്ളാഹുവിനെയും മറന്ന മനുഷ്യനോട് ജീവിക്കുന്നു. അയാൾ ഖജനാബിന്റെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ ആൾക്കൂട്ടങ്ങൾ വേണമായിരുന്നു. അത്രയും വലിയ സമ്പാദ്യത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നു കയറി. അള്ളാഹുവിനെ മറന്നുപോയില്ലേ? പടച്ചവനെയും പടപ്പുകളെയും മറന്നുപോയില്ലേ? വന്ന വഴികൾ മറഞ്ഞ ധിക്കാരിയായ മനുഷ്യന്റെ ചരിത്രം ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ?
ധിക്കാരികളുടെ പതനത്തിന്റെ ചരിത്രം. എങ്ങനെയാണ് ധിക്കാരിയായി മാറിയത്? എന്തുകൊണ്ടാണ് ഈ വെള്ളപ്പാണ്ടുകാരനും കഷണ്ടിക്കാരനും അള്ളാഹുവിനെ മറന്നത്? അവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വന്നു കന്നുകാലികളിലൂടെ, കന്നുകാലി സമ്പത്തുകളിലൂടെ. അതുപോലെ ശാലബത്ത് ഹുമാമത്തുൽ മസ്ജിദ് ശാലബ, പള്ളിയിലെ മാടപ്രാവെന്ന് വിളിക്കപ്പെട്ട ഒരു സഹാബി. പള്ളിയിലെ മാടപ്രാവെന്ന്, പള്ളിക്കകത്ത് പ്രാവുണ്ടോ ഇല്ലേ, ശാലബ അവിടെ തന്നെ ഉണ്ടാവുമെന്ന്. പ്രാവതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ അന്വേഷിച്ച് പുറത്തു പോകാറുണ്ട്. പക്ഷേ ശാലബ അപ്പോഴും പള്ളിയിൽ കുറുകി ദിക്റും ചൊല്ലിയിരിക്കുന്ന മനുഷ്യനാണെന്ന് ശഹാബാക്കൾ പൊതുവിൽ പറഞ്ഞ ശാലബയ്ക്ക് ഒരാടിനെയാണ് അല്ലാഹു റസൂൽ കൊടുത്തത്. ഒറ്റ ആടിൽ നിന്ന് ഒരുപാട് ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായി, ഒട്ടകങ്ങളും പശുക്കളും ഉണ്ടായപ്പോ ആ മനുഷ്യനും പടച്ചവനെ മറന്നില്ലേ? പള്ളിയിൽ ഇരിക്കാൻ സമയമില്ലാതെ പോയി, സക്കാത്ത് പോലും നിഷേധിക്കുന്ന ധിക്കാരിയായി കുഫറിലേക്ക് ആ മനുഷ്യൻ വഴി നടന്നു. അള്ളാഹുവിന് നിഅമത്തുകൾ കിട്ടിയപ്പോൾ പടച്ചവനെ മറക്കുന്ന മനുഷ്യർ, അത് പാടില്ല. ആ ഒരു അനുഗ്രഹത്തിന്റെ നെറുകയിലും മനുഷ്യൻ പടച്ചവനെ മറക്കരുതേ, അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാഹു ചട്ടം കിട്ടി. ആ ചട്ടത്തിന്റെ പേരാണ് ബലി എന്നുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കന്നുകാലികൾ എന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് വലിയ അനുഗ്രഹമാണ്. നമുക്കിത് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്തുകൊണ്ടെന്നറിയുമോ? നമ്മൾ കന്നുകാലികളെ വളർത്തുന്നവരല്ല, നമ്മൾ കന്നുകാലികളെ വളർത്തുന്നില്ല. അതുകൊണ്ട് നമ്മൾ കന്നുകാലികളൊക്കെ എന്താണ്? എന്നാൽ ഒരു കവർ പാലെങ്കിലും ഒരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും ആക്കാതെ കടന്നു പോയിട്ടുണ്ടോ നമ്മൾ? നമുക്ക് ആവശ്യമായ എത്രമാത്രം പാൽ ആവശ്യമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടണം. എത്രയേറെ പാലാണ് ഇവിടെ, ഒരു മിൽമ കമ്പനിക്കാർ പോലും എത്ര പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ കന്നുകാലികൾ നമുക്ക് അനിവാര്യമാണ്. പാലെന്നുള്ള നമ്മൾ അടിസ്ഥാന ഭക്ഷണത്തിന്റെ ഭാഗമാണ്. വെണ്ണയും പാലും ഇറച്ചിയും ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമായി കൊണ്ടുവന്ന സമൂഹത്തിലേക്കാണ് ഈ ആയത്തിറങ്ങുന്നത്. നമ്മളും നേരിട്ട് വളർത്തുന്നില്ല എങ്കിൽ പോലും ആടും മാടിന്റെയും ഫാമുകളല്ല എൻ്റെ സമ്പാദ്യമെന്ന് പറയുന്നൊരവസ്ഥയിൽ നമ്മൾ ഇന്ന് ടെക്നിക്കലി വലിയ വികസനം ഉണ്ടാക്കിയിട്ട് നമ്മൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരോട് ജീവിക്കുമ്പോഴും നമുക്കിതൊക്കെ ആവശ്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ പരിശോധിക്കൂ. ഏറ്റവും വലിയ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ടിംഗ് നടത്തുന്ന രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. ഇന്ത്യയുടെ സമ്പാദ്യത്തിന്റെ ആണിവേരാണ് ഈ കന്നുകാലികൾ എന്നുള്ളത്. അതിനെവിടെ അത് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ എവിടെയും എല്ലാവരും ഉണ്ട്. മുസ്ലിം കമ്പനികളുണ്ട്, അമുസ്ലിം കമ്പനികളുടെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ബീഫിന് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഹലാലായി പുറത്ത് GCC കൺട്രികളിലാണ് ഏറ്റവും ആവശ്യക്കാരുള്ളത്. അവിടെ സ്വീകരിക്കണമെങ്കിൽ മുസ്ലിം പേരുകൾ വേണം. അതുകൊണ്ട് അൽ കബീർ എന്നും മറ്റും പേരിട്ടിട്ട് അവർ ബീഫിനെ കയറ്റുമതി ചെയ്യും. എന്നാൽ ഇവിടെ ഒരു തുണ്ട് ഇറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ തൊപ്പിയും താടിയും ഇട്ടവനെ വേട്ടയാടി കൊന്നൊടുക്കിയിട്ട് പശുവിനെ അറുത്തു എന്ന് ആരോപണം ഉന്നയിച്ച് കൊന്നുതള്ളിയിട്ട് ആ കൊലയെ ന്യായീകരിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊരു ഭാഗം, അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നോക്കാം, നമ്മളെ ഈ അനുഗ്രഹങ്ങൾ, ഈ പറഞ്ഞ കന്നുകാലികൾ നമുക്ക് നേരിട്ടോ അല്ലാതെയോ നമുക്ക് ഇന്നും നിലനിൽപ്പിന് അനിവാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ഒരു മനുഷ്യർ മറന്നുപോയി ചരിത്രം ഇവിടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, അള്ളാഹു നിങ്ങൾ ഓർക്കണം, മറന്നു പോകാൻ പാടില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ കന്നുകാലി സമ്പത്ത്. നിങ്ങൾക്ക് ഭക്ഷണമാക്കാം, ഇതിന്റെ തോലെടുത്ത് വസ്ത്രമാക്കാം, നിങ്ങൾക്ക് ഇതിന്റെ പാൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. പാലിന്റെ എത്ര ഉൽപ്പന്നങ്ങളുണ്ട്, എത്രമാത്രം ഭക്ഷണങ്ങളാണ് പാലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വെണ്ണ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയല്ലേ. ഈ നെയ്യും അത് കണക്കിന് ഇന്നിപ്പോൾ വലിയ ഹൈടെക് ജീവിതമായപ്പോൾ ചീസാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഈ ഹൈടെക് ചൈനീസ് ഫുഡുകൾ പോലും കഴിക്കണമെങ്കിൽ, ബർഗർ ആകട്ടെ സാൻഡ്വിച്ച് ആകട്ടെ, ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ പാല് തന്നെ വേണ്ടേ? അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നത് നമ്മുടെ ഭക്ഷണങ്ങളിൽ പോലും. പക്ഷേ ഈ കാണുന്ന നിഅമത്തുകളെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ പടച്ചവനെ മറക്കാൻ പാടില്ല. അല്ലാഹു നിങ്ങൾ ഓർക്കണം. ആ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബലി എന്നുള്ളത് കർമ്മമാക്കി മാറ്റിയത് എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും എന്ന പോലെ എല്ലാ സമുദായത്തിനും എല്ലാ സമൂഹങ്ങൾക്കും ബലി അറുത്തു കൊടുക്കണമെന്നത് ചട്ടമാക്കിയിട്ടുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ. അതോടൊപ്പം നിങ്ങൾക്കും അത് ചട്ടമാക്കുന്നു. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടിയും പടച്ചവനെ മറന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയും, പടച്ചവനെ നമ്മൾ മറന്നിട്ടില്ല എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഉലഹിയത്ത്, നമ്മൾ ഒരു ഉലഹിയത്തിലേക്ക് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഉലഹിയത്തിന് പല മാനങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ സമ്പാദ്യം എന്നുള്ളത്. ഈ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഉരുവിനെ ഇറക്കുമ്പോൾ, ആ അറവിലൂടെ നമ്മളൊരു ഉരുവിനെ നഷ്ടപ്പെടുത്തി അതിൻ്റെ മാംസം ജനങ്ങൾക്ക് വീതിക്കുമ്പോൾ, ഒരു ഉരുവിൻ്റെ ജീവൻ ഇവിടെ ബലിയർപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് മുന്നിൽ മനുഷ്യനെ അർപ്പിക്കുന്ന ഒരു അർപ്പണമുണ്ട്, ഒരു തഖ്വയുണ്ട്. അള്ളാഹു നിന്നേക്കാൾ മേലെയല്ല എൻ്റെ ഈ സമ്പാദ്യങ്ങളെന്ന്. ഈ കന്നുകാലി സമ്പത്തുകൾ നീ എനിക്ക് നൽകിയതാണ്, ഞാൻ നിന്നെ മറന്നിട്ടില്ല. ഇന്ന് നിന്നെ ഓർക്കുന്നു. നീ തന്ന അനുഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല. അതിനൊരു ഉദാഹരണം മാത്രമാണ് എൻ്റെ ഈ ബലി എന്ന് ഓരോ മനുഷ്യനും തെളിയിക്കുകയാണ്.
അത് മാത്രമല്ല, നമ്മുടെ ബലികർമ്മത്തിന് ഒരു ഇത് രീതി കൂടിയുണ്ട്. മഹാദിൽ അല്ലാഹി യാ റസൂലല്ലാഹ് എന്ന്, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ് നമ്മുടെ ഉദ്ഹിയ്യത്ത് എന്ന് ചോദിക്കുമ്പോൾ സുന്നത്തു അബിക്കും ഇബ്രാഹിം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചര്യയാണെന്നാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തിരുസുന്നത്താണ്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? മഹാനായ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലിയെറുക്കാൻ അദ്ദേഹം തയ്യാറായ ആ നിമിഷത്തിൽ നിന്നാണ് ഈ സുന്നത്തിൻ്റെ ആരംഭം എന്നുള്ളത്. നോക്കൂ, ലോകത്ത് ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. മുമ്പോ ശേഷമോ മനുഷ്യ ബലിയെക്കുറിച്ച് സംസാരമേ ഇല്ല. മനുഷ്യന് ബലി കൊടുക്കണമെന്ന് ഒരിക്കൽ പോലും ഖുർആൻ സംസാരിച്ചിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ആദം നബി അലൈഹി ഇസ്ലാം തുടങ്ങിയിട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചക ശൃംഖലയുടെ ചരിത്രങ്ങൾ, ലഭ്യമായ ചരിത്രങ്ങൾ പരിശോധിക്കൂ. ഒരേ ഒരു മനുഷ്യനോട് ഒരേ ഒരു തവണ മാത്രം പറഞ്ഞു മനുഷ്യനെ ബലി കൊടുക്കാൻ. അത് ബലി കൊടുക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന് ചരിത്രം പൂർത്തിയായി പഠിക്കുമ്പോൾ മനസ്സിലാകും. അത് ബലി കൊടുക്കാൻ വേണ്ടി ആയിരുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുള്ള അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു പ്രവാചകനെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുകൊണ്ടുപോയി ആ മനുഷ്യനെ ഏറ്റവും മനോഹരമായി ശുദ്ധീകരിച്ചെടുത്ത് തന്റെ ഖലീൽ എന്ന സ്ഥാനം കൊടുത്ത് അലങ്കരിക്കാൻ വേണ്ടി പടച്ചവൻ നടത്തിയ പരീക്ഷണം. ആ പരീക്ഷണം ഏത് വഴിക്ക് പോയി നമുക്കറിയാമല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏതൊരു മനുഷ്യനെയും പോലെ ഒരു പച്ച മനുഷ്യനാണ്. അത് നമ്മൾ ഒന്നാമത് ഉൾക്കൊള്ളണം. ഇവരാരും മലക്കായിരുന്നില്ല. മുഹമ്മദ് നബി ആണെങ്കിലും ഇബ്രാഹിം നബി ആണെങ്കിലും നുള്ളിയാൽ നോവും, കുത്തിയാൽ ചോര വരും, വിശന്നാൽ അവർക്ക് പ്രയാസം ഉണ്ടാകും, ദാഹിച്ചാൽ തൊണ്ട വരളും, അത് പ്രയാസമുണ്ടാക്കും. അവർക്ക് ദാമ്പത്യ ബന്ധങ്ങൾ അവർക്ക് സന്തോഷം നൽകും, സന്താനങ്ങളെ താലോലിക്കുമ്പോൾ അവർക്ക് ഹൃദയങ്ങൾ കുളിരുണ്ടാകും. അതൊക്കെ പച്ച മനുഷ്യരാ. പക്ഷെ വാർദ്ധക്യം വരെയും ഒരു സന്താന ഭാഗ്യമില്ലാതെ ഒരു പിതാവ് നിന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സ്വന്തം ചോരയിൽ നിന്ന് മറ്റൊരു ചോര ഉണ്ടാവുക, ഒരു ജീവനിൽ നിന്ന് മറ്റൊരു ജീവൻ ഉണ്ടാകുന്നതിനേക്കാൾ മനോഹരമായ മുഹൂർത്തമൊന്നും ഈ ദുനിയാവിലില്ല മനുഷ്യരെ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദ മുഹൂർത്തം ഏതെന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യനും, വിവാഹിതനായി മക്കളുള്ള ഏത് മനുഷ്യനും പറയാൻ കഴിയും, എൻ്റെ കുഞ്ഞെനിക്ക് പിറന്ന് ഞാനൊരു ബാപ്പയായ നിമിഷമാണെന്ന്, എനിക്കൊരു കുഞ്ഞ് പിറന്ന് ഞാൻ ഉമ്മയായി മാറിയ നിമിഷമാണ് എന്ന്. അതിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ സന്തോഷമുള്ള ഒരു നിമിഷം പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ ജീവിതത്തിലുണ്ടാവില്ല. അപ്പോഴും വാർദ്ധക്യത്തിൽ സന്താന ഭാഗ്യമില്ലാതെ നിന്നുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 2 വിവാഹങ്ങൾ കഴിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദ്യ ഭാര്യയിൽ മക്കളില്ലാതെ വന്നപ്പോൾ അവരുടെ കൂടി അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഹാജറിനെ തന്റെ ജീവിത തോഴിയാക്കി മാറ്റുന്നത്. അതിലും ആദ്യകാലത്തിൽ കുഞ്ഞെനിച്ചില്ലല്ലോ. അവസാനം വാർദ്ധക്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 മക്കൾ ജനിക്കുന്നു, 2 ഭാര്യയിലായിട്ട്. അതിലൊന്ന് ഹാജറിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആദ്യം ജനിച്ചു വീഴുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ മകനോട് അദ്ദേഹത്തിനുണ്ടായ സ്നേഹവാത്സല്യങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയുമോ? പച്ച മനുഷ്യനല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പക്ഷെ പടച്ചവൻ പറഞ്ഞു, ഇബ്രാഹിമേ, മക്കളെ ലാളിക്കുന്നതൊക്കെ കൊള്ളാം, ആ സ്നേഹവും ലാളനയും ഒക്കെ മനസ്സ് വെച്ചേക്ക് ഒഴിവാക്കണം കേട്ടോ, ഇവരെന്ന് മാറ്റി നിർത്താൻ. ചേർത്ത് പിടിക്കണ്ട. അങ്ങ് മാമലകളുടെ നാട്ടിൽ കഅബാലയത്തിന് ചാരത്ത് കൊണ്ടുപോയി ഇനി ഈ ഭാര്യയെയും മകനെയും ഒഴിവാക്കിയിട്ട് വാ, പറയാൻ കാര്യങ്ങൾ ചിലതുണ്ട് എന്ന് പടച്ചവൻ പറഞ്ഞു. അനുസരിച്ചു, ഉപേക്ഷിച്ചു വന്നു. പിടയുന്ന ഹൃദയവുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു കടന്നു. പിറകെ വിളിച്ച ഭാര്യയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നോക്കുമ്പോൾ പിഞ്ചു പൈതലിനെ മുഖം കണ്ടുപോയാൽ അലിഞ്ഞു പോകുന്ന ശരാശരി പിതാവായതുകൊണ്ട് പടച്ചവന്റെ കൽപ്പന ശിരസാവഹിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കാതെ നടന്നുകൊണ്ടേയിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പുറകെ വിളിച്ചല്ലോ ഹാജർ, നമ്മളെ ഈ മരുഭൂമിയിൽ വിട്ടുപോവുകയാണോ എന്ന്. പച്ച വെള്ളത്തിന് പോലും വകയില്ലാതെ പച്ചിലയുടെ ഒരു കൊടി പോലും കാണാത്ത ഈ കരിമ്പാറ കൂട്ടത്തിന് നടുക്ക്, ഈ ഇരുട്ടും വെളിച്ചവും അല്ലാതെ മറ്റൊന്നും കടന്നു വരാത്ത ഈ നാട്ടിൽ, തുണ പോലുമില്ലാതെ, ഒരാൾക്കൂട്ടത്തിന് സാധ്യത പോലുമില്ലാതെ, പച്ചവെള്ളത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ നാട്ടിൽ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് മറുപടി പറഞ്ഞില്ലല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്നാൽ നിങ്ങൾ പൊക്കോളൂ, ഞങ്ങളെ അള്ളാഹു പാഴാക്കില്ല എന്ന് പറഞ്ഞ ഈമാൻ, ഹാജറിന്റെ ഈമാൻ ആർക്കാ ഉണ്ടാവുക? അവിടെ ചരിത്രം വരുന്നത് ആ മകനെ മാറ്റിവെക്കും തോറും സ്നേഹം കൂടിയില്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്? അനുമതിയോടെ വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്ത് തന്റെ കുഞ്ഞിനെ കയ്യിൽ വാരാൻ ഒരു പിതാവ് എന്ന നിലയിൽ വെമ്പൽ കൊണ്ടില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ മകനെ ചേർത്ത് വാരിയെടുക്കാൻ വേണ്ടി, ചേർത്ത് അണച്ചു പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന അവനെ അറബ് ചെയ്യണമെന്ന്. എത്ര തീഷ്ണമായ പരീക്ഷണമാണ്! ഒരു പിതാവ് എന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്നുപോയൊരു നിമിഷമുണ്ട്. അള്ളാഹുവിന്റെ അടിമയായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പടച്ചവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അള്ളാഹുവിനെയാണോ അനുസരിക്കേണ്ടത്, അത് പ്രിയപ്പെട്ട മകനെയാണോ സംരക്ഷിക്കേണ്ടതെന്ന് അറിയാതെ നിന്നുപോയ നിമിഷം. ഇബ്രാഹിം നബിക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ മകൻ എനിക്ക് അള്ളാഹു നൽകിയതാണ്,
എനിക്ക് പടച്ചവനേക്കാൾ മീതെയല്ല, അവന് മുകളിലല്ല അള്ളാഹുവെന്ന്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നിൽ നിന്ന് എത്രയൊക്കെ വഹി ഇറങ്ങിയാലും ഈ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യന് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ ബന്ധങ്ങളോട്? ഏറ്റവും പ്രിയപ്പെട്ട ബന്ധമല്ലേ മകൻ എന്നുള്ളത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ കയറാതെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മകനെ കണ്ടിട്ട് അല്ലാഹുവേ ഇബ്നി മിൻ അഖ്ലി, എൻ്റെ മകൻ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പോയില്ലേ? ഒരു പിതാവായി മാറണ സമയത്ത് 950 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ നീറുന്ന 100 നൊമ്പരങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രബോധന കാലഘട്ടത്തിൽ എല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്ന ചങ്കുറപ്പുള്ള നൂഹ് നബി അലൈഹി ഇസ്ലാം സ്വന്തം മകൻ പ്രാണവായു കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന കണ്ടപ്പോൾ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞു പോയത് ഒരു പിതാവിന്റെ നിലവാരമാണത്. ഒരു പിതാവിന്റെ അവസ്ഥയാണ്. ചങ്ക് പെടയില്ലേ ഒരു പിതാവിന്? സ്വന്തം ചോര പൊടിയുമ്പോൾ, സ്വന്തം ചോര മരിക്കുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സ്വന്തം കൈകൊണ്ട് അറുക്കാൻ പറയുന്നത് തീക്ഷ്ണമായ പരീക്ഷണം, അള്ളാഹുവിന്റെ കൽപ്പന, അത് ശിരസ വഹിക്കാൻ വേണ്ടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ നിമിഷം മതി ഇബ്രാഹിം നീ പൂർത്തീകരിച്ചു, നീ തെളിയിച്ചു ഇബ്രാഹിം, നീയാണ് ഈമാനുള്ളവൻ, നീ വിശ്വാസമുള്ളവനാണ്, ഈമാന്റെ കരുത്തുള്ളവനാണ്, എന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്, നിന്റെ വിശ്വാസം ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ കൽപ്പന. അള്ളാഹു പകരം അറുക്കാൻ കൊടുക്കുന്ന ഉരുവിനെയാണ്. ആ ഉരുവിനെ അറുത്ത നിമിഷം മുതൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതാണ് ഉദഹയ്യത്ത്. പ്രതീകാത്മകമായി നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 2 സംഗതികൾ. ഒന്നാമത് ഞാൻ പറഞ്ഞു സമ്പത്താണ്. രണ്ടാമത് അള്ളാഹു പറയുന്ന കാര്യം നമ്മുടെ സന്താനങ്ങളാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ ഏറ്റവും വലിയ പരീക്ഷണം, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം സമ്പത്തും സന്താനങ്ങളുമാണ്. ഇത് നിങ്ങളുടെ അനുഗ്രഹമാണ്, നിങ്ങളുടെ ബലമാണത്. എനിക്ക് 2 ആമക്കളാ, ഒരുത്തൻ ജർമ്മനിയിലാണ്, ഒരുത്തൻ ഓസ്ട്രേലിയയിലാണ്, സെറ്റിൽഡാണ്. എന്നെ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന മക്കൾ 2 ആമക്കൾ എനിക്കുണ്ട്. എനിക്കൊന്നും പേടിക്കണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന പിതാക്കളോട്, എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് അപ്പുറത്ത് 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലും അള്ളാഹു വെക്കുന്ന പരീക്ഷണമാണിത്. ഇത് 2 നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് വലിയ തീക്ഷ്ണതയുള്ള കാര്യമാണ്. ഇബ്രാഹിമിനെ പോലെയാകണമെന്ന് വിശുദ്ധ ഖുർആൻ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റണം നമ്മൾ. ഈ പരീക്ഷണത്തിൽ പടച്ചവനെ മറന്നിട്ടില്ല എന്ന്. എൻ്റെ മക്കൾ എനിക്ക് ബലമാണ്, എനിക്ക് തുണയാണ്, എൻ്റെ സ്നേഹമാണ്, എൻ്റെ എല്ലാമായിരിക്കുമ്പോഴും, എൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണമായിരിക്കുമ്പോഴും അള്ളാഹുവിന് മീതെയല്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പടച്ചവനെ മറക്കില്ല എന്ന്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. ഖുർആൻ. ഈ സമ്പാദ്യങ്ങളോ ഈ സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയാതിരിക്കട്ടെ എന്ന് ഖുർആൻ. അവിടെയാണ് മനുഷ്യ ഈമാൻ. ഇതെല്ലാം തന്നവനെ മറന്നുപോയി, എല്ലാം തന്നവനെ നമ്മൾ മറക്കുന്നു. കിട്ടിയത് കൊണ്ട് നമ്മൾ മതിമറന്ന് ജീവിക്കുന്നുവെങ്കിൽ ആ മതിമറന്നുള്ള ജീവിതത്തിന്റെ പണിഷ്മെന്റിനെ കുറിച്ചാണ് ചരിത്രം പറഞ്ഞത്. കാറൂന്റെ ചരിത്രം, ശാലബത്തിന്റെ ചരിത്രം, അതുപോലെ കടന്നുപോയ അന്തന്റെയും കഷണ്ടിയുടെയും വെള്ളപ്പാണ്ടുകാരന്റെയും ചരിത്രം പ്രവാചകൻ ശഹാബത്തിന് കഥ പോലെ മനോഹരമായി പറഞ്ഞു കൊടുത്തത് താക്കീതായിട്ടാ. നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് പടച്ചവനെ മറക്കാൻ പാടില്ല, സമൃദ്ധിയിൽ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, സന്താനത്തിനും അതായത് സമ്പാദ്യങ്ങളും ഇത് 2നും പ്രതീകാത്മകമായി പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിമിഷമാണ് ഉദ്ഹയ്യത്ത്. അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ വേണം. ഒരു ഉദ്ഹയ്യത്ത് ഇറക്കുമ്പോൾ ഒരു ജീവനെയാണ് നമ്മൾ ഇറക്കുന്നത്. ഈ സ്ഥാനത്ത് മകനെയാണ് ഇറക്കാൻ ആദ്യം കൽപ്പിച്ചിരുന്നത് എന്ന് ആലോചിക്കണം. സന്താനങ്ങൾക്കാൽ മുകളിലുള്ള അള്ളാഹുവേ നീ എന്ന് തെളിയിക്കുകയാണ്. നമ്മുടെ സമ്പാദ്യങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ ഓരോ ഉരുവും. നമ്മൾ പണം കൊടുക്കാതെ കിട്ടുമോ? നമ്മുടെ സമ്പാദ്യത്തിന്റെ ഭാഗമാണ് ഓരോ ഉരുവും, അറിവ് ചെയ്യപ്പെടുന്ന ഒരു ഉരുവും. ഒരു ജീവൻ എടുക്കുന്നു, ഒപ്പം നമ്മുടെ സമ്പാദ്യത്തെയും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിൽ പ്രതീകാത്മകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ഉള്ളിൽ വരേണ്ട തഖ്വ എന്നുള്ളത് അള്ളാഹു എന്തിനും മീതെയാണ് നീ എന്ന് തെളിയിക്കൽ. തഷ്കുറൂനെന്നും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാണ്. മറന്നിട്ടില്ല പടച്ചവനെ, വന്ന വഴിയെങ്ങും മറന്നിട്ടില്ല. എല്ലാം നീ തന്നതാണ്, എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല എന്ന് തെളിയിക്കലാണ്. അല്ലാതെ പടച്ചവൻ നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോര വേണ്ട. ദൈവത്തിന് ദാഹമകറ്റാൻ വേണ്ടി ഒരുവിന്റെ ചോര വേണമെന്ന് അവിടെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന് വിശപ്പടക്കാൻ വേണ്ടി കുറെ ബലിമാംസത്തിന്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ ഇറച്ചിയും അള്ളാഹുവിന് വേണ്ട, ആ ചോരയും അള്ളാഹുവിന് വേണ്ട. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. 2 മാസവും 10 ദിവസങ്ങൾക്ക് മുമ്പ് 1 മാസം മുഴുവൻ നിങ്ങൾ അഭ്യസിച്ചെടുത്ത വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി വിശുദ്ധ റമദാൻ മാസം മുഴുവൻ നോമ്പ് കൊണ്ട് നിങ്ങൾ സ്വയത്തമാക്കിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന തഖ്വയുടെ അളവുകോല് കൃത്യമായി പരിശോധിക്കപ്പെടുന്നു. 2 മാസവും 10 ദിവസവും കഴിയുമ്പോൾ നമസ്കാരത്തോട് ചേർത്ത് അങ്ങ് പറഞ്ഞു, അള്ളാഹുവിനോട് നമസ്കരിക്കുകയും വൻഹർ നീ ബലിയെറുക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കപ്പെടുകയാണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ അറക്കട്ടെ, പോയി വായിക്കാം എന്നതാണ് നമ്മളെ ആലോചന. എന്നാൽ ഇത് നമ്മുടെ ബാധ്യതയാണ് മനുഷ്യരെ.
നമ്മുടെ ഈ പരീക്ഷണങ്ങളൊക്കെ പടച്ചു വെക്കുമ്പോൾ നമ്മൾ പടച്ചവനെ മറന്നിട്ടില്ല, റബ്ബിനെ ഓർക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വലിയ പുണ്യവുമാണല്ലോ അത്. എത്ര വലിയ നന്മയാണ്, എത്ര വലിയ നന്മ. ആ തഖ്വയ്ക്കാണ് കൂലി, ആ തഖ്വയ്ക്ക് കൊടുക്കുന്ന കൂലിയാണ് ബികുല്ലി ശിഅറത്തിൻ ഹസന. ഓരോ രോമത്തിനും നന്മയുണ്ട് എന്ന്. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ ഓരോ രോമത്തിനും നന്മയുടെ കൂലി കൊടുക്കുമെന്ന് ആ പറഞ്ഞത് ആ നന്മയുടെ കൂലിയായിട്ടാണ്, തഖ്വയ്ക്കുള്ള കൂലിയാണ്. എന്നാൽ അതിൻ്റെ ഇറച്ചിയും അതിൻ്റെ മറ്റ് ഉപയോഗിക്കാവുന്ന ഭാഗങ്ങളും എന്താ ചെയ്യാനുള്ളത്? അഭിമാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കുറവാരിയും കാട്ടിയാണെങ്കിലും മൂടിക്കുടിച്ച് അഭിമാനത്തോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സാധുജനങ്ങളുണ്ടല്ലോ, അവർക്ക് കൊടുക്കണം അതിന്റെ മാംസം. വരുന്നവർക്കും കൊടുക്കണം. മുദ്ഹിയയുടെ വേദിയിലേക്ക് കടന്നു വരുന്നവൻ അവന്റെ വലിപ്പം നോക്കാൻ പാടില്ല, അവിടെ വലിപ്പമില്ല, ആര് വന്നാലും കൊടുക്കണം. അവൻ അമ്പനാണ്, പൈസക്കാരനതല്ല. ആവശ്യക്കാരനെ കണ്ടെത്തി കൊണ്ടു കൊടുക്കുകയും, ആവശ്യക്കാരനാണെങ്കിലും അല്ലെങ്കിലും എത്ര ധനാഢ്യനാണെങ്കിലും ഏതവനാണെങ്കിലും ശരി, വന്നു കഴിഞ്ഞാൽ ഉൽഹിയത്തിന്റെ വേദിയിലേക്ക് ചോദിച്ചു വരുന്നവർക്ക് അകമഴിഞ്ഞു കൊടുക്കുകയും വേണമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ കൊടുക്കാനുള്ളത് ആ ഭക്ഷണം ഒരു സമൂഹത്തിന്റെ ഭക്ഷണം കൂടിയാണ് മനുഷ്യരത്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ എത്ര മനോഹരമാണ്. നമ്മുടെ ആഘോഷങ്ങൾ, ഇന്ന് ഓരോ മനുഷ്യൻ്റെയും ആഘോഷം അന്യന്റെ വിശപ്പടക്കുന്നതിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകമായി. രണ്ടാഘോഷങ്ങളെ പരിചയപ്പെടുത്തിയുള്ളൂ ഇസ്ലാം. അതെന്ത്, ഈ ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ആഘോഷങ്ങളാണ്. ചെറിയ പെരുന്നാളിന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഭക്ഷ്യധാന്യം അതെന്ത്, ഓരോ വ്യക്തിയുടെ പേരിലും കൊടുക്കപ്പെടണം. ഒരു കുടുംബത്തിന് ഒരു നേരം സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷണം ഒരു വ്യക്തിയുടെ പേരിൽ ദാനം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. നമ്മൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴോ സമൂഹത്തിലെ ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണം മാംസഭക്ഷണമാണ്. അത് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആഘോഷിക്കാൻ. അത് എല്ലാവർക്കും കിട്ടി, എല്ലാവരും മാംസാഹാരം കഴിക്കുന്ന ആ ധന്യതയിലും നിറവിലുമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ആഘോഷം എത്ര മനോഹരമാണ്. അതിൽ പോലും ഒരു ജീവകാരുണ്യം, അതിൽ പോലും നന്മ, അതിൽ പോലും സന്തോഷം. അല്ലാതെ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു കയറ്റി സുബോധമില്ലാതെ സ്വന്തം തന്തയുടെ കഴുത്തിൽ കത്തിവെച്ച് ആഘോഷങ്ങൾ അവസാനിപ്പിക്കുന്ന പരിപാടിയുടെ പേരല്ല ഇസ്ലാമിൽ. അതല്ലല്ലോ ആഘോഷം. ഇവിടെ ആഘോഷങ്ങളെ കണക്കെടുക്കുന്നതിനാണ് പിറ്റെന്ന് ഈ വർഷം ഇത്ര കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്, ബിവറേജിന് ഇത്ര രൂപയുടെ ലാഭം ഉണ്ടായെന്ന്. ഇസ്ലാമിന്റെ കണക്ക് അങ്ങനെയല്ല. ഈ വർഷം ഇത്ര ഉരുവിനെ അറുത്തു, ഇത്ര വീടുകളിലേക്ക് ഈ മാംസാഹാരം എത്തി, ഈ വർഷം ഇത്ര ഫിത്ർ സക്കാത്തിന്റെ അടികൾ ദാനം ചെയ്യപ്പെട്ടു, ഇത്ര കുടുംബത്തിന് പട്ടിണി മാറ്റാൻ കഴിഞ്ഞു. ഇതല്ലേ നമ്മുടെ ആഘോഷം എന്നുള്ളത്. ആഘോഷത്തിൽ പോലും നന്മയുള്ള മനോഹരമായ ഒരു സംസ്കാരത്തിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കണം. അള്ളാഹുവിനെ മറന്നു പോകാതെ ഓരോ കർമ്മങ്ങളുടെയും സാഹചര്യം ഉണ്ടാകുമ്പോൾ അവസരങ്ങൾ പാഴിക്കളയാതെ ജീവിതത്തിൽ അതിൽ പങ്കാകാൻ, അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കണം. ചിന്തിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ പുലർത്തേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ദുൽ ഹജ്ജ് 1 മുതൽ മുടി നഖമൊന്നും മുറിക്കാൻ പാടില്ല. ഒരു ഇഹ്റാമിലേക്ക്, ഹജ്ജിലേക്ക് ഇഹ്റാം കെട്ടി കടന്നവനെ പോലെ നമ്മൾ ഉദ്ഹിയത്തിന് വേണ്ടി ഒരുങ്ങിയവർ ഓരോരുത്തരും തയ്യാറെടുക്കണം. മുടി മുറിക്കലോ നഖം മുറിക്കലും ഒക്കെ ദുൽ ഹജ്ജ് 10-ന് ശേഷം, അതാണ് നമ്മൾ ഉദ്ഹിയത്തിൻ്റെ കർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് സുന്നത്താണ്, അത് തിരുസുന്നത്തിൻ്റെ ഭാഗമാണ്. ഇനി സംഭവിച്ചു പോയാൽ വലിയ അപരാധമായിട്ട് കണക്കാക്കണ്ട, എന്നാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്ത് കൂടിയാണ്. അതോടൊപ്പം മുരുവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ നമ്മൾ ഏറ്റവും നല്ലതിന്, ഇതിനി ചിലവാവില്ല ഈ പൈസ, ഇത് നിരോധിച്ച നോട്ടാണ്, അതുകൊണ്ട് നീ പള്ളിക്കുറ്റി കിടക്കട്ടെ അല്ലെങ്കിൽ പള്ളിക്കകത്ത് ബക്കറ്റ് കിടക്കട്ടെ എന്ന് കണക്കാക്കുന്ന പോലെ ഒന്നിനും കൊള്ളാത്തതിനെ അള്ളാഹുവിനെ നേർച്ചയാക്കുന്ന രീതിയുണ്ട്. ഇത് രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, അത് ഉദ്ഹിയത്തിന് ഇരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു രീതിയും ഒരിക്കലും ഇല്ലെങ്കിൽ എല്ലാം അള്ളാഹു ഉൽഹുമ എന്ന് പറഞ്ഞാൽ തഖ്വയാണ് അവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂന എന്നാണ്. ബിർറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം ഞാൻ ചിലവാക്കേണ്ടത്, അപ്പോഴാണ് ഏറ്റവും വലിയ പുണ്യമാകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുവിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും നല്ലതിനെ നോക്ക്, ഏറ്റവും നല്ലതിനെ നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി മാടിലേക്കും അത് കണക്കേനെ ഒട്ടകങ്ങളിലേക്ക് കിടക്കുമ്പോൾ, ഒട്ടകം നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല, മാടിൻ്റെ വിഷയത്തിൽ 7 പേര് വരെ പങ്കാകാം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ടും വില കൂടിയതുകൊണ്ടും അത്രയേറെ ആൾക്കാരിലേക്ക് അതിനെ മാംസം എത്തിക്കാൻ കഴിയുന്നത് കൊണ്ടും ഒരു മാടിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ 7 പേര് വരെ ഈ ഷെയർ ഇട്ടുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അതിൽ 7 പേരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു വീട്ടുകാർ ഒരു ഷെയർ എന്ന നിലയിലേക്ക് മാറുന്ന രീതിയും തെറ്റായ പ്രവണതയാണ്. ഇപ്പോൾ 7 വീട്ടുകാരെന്ന നിലയിലാക്കുക, എന്നിട്ട് വാപ്പ കുറച്ചിട്ട്, മോൻ കുറച്ചിടുക, മരുമകൻ കുറച്ചിടുക, എല്ലാവരുടെ കുറച്ചിട്ടിട്ട് ഒരു ഷെയർ ആക്കിയിട്ട് ഒരു വീട്ടിൽ നിന്ന് കൊടുക്കുന്ന രീതിയല്ല. ഒരു വ്യക്തിയാണ് ഒരു ഷെയറിൻ്റെ ആൾ, ഒരു വ്യക്തിയാണ് ഒരു ഷെയറിൻ്റെ ആൾ. ആ നിലയിൽ കണക്കാക്കി വേണം 7 പേര് പങ്കായിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ. അത് കണക്കിന് ഉദ്ഹിയത്ത് നിർവഹിക്കുമ്പോൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അവനവൻ്റെ കൈകൊണ്ട് തന്നെ ഉരുവിനെ ഇറക്കാൻ ശ്രമിക്കുക. കഴിയില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതിന് സാക്ഷിയെങ്കിലും ആവുക, അതിന് സാന്നിധ്യത്തിലുണ്ടാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷണമാക്കാം. ഒപ്പം മറ്റുള്ളവർക്ക് എന്ത് അർഹതപ്പെട്ടവരിലേക്ക് കൊണ്ടെത്തിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇത്തരം ചില ചിട്ടവട്ടങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അനുബന്ധമായ വിഷയങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നവർ കൂടുതൽ അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ
അറിയിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്ത് മനസ്സിലാക്കി വേണം ഇത് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.